അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പരിപ്പ് പായസമാണ്. പരിപ്പ് പായസം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണുകയല്ലോ. അപ്പൊ എന്തായാലും നമുക്കിന്നൊരു പരിപ്പ് പായസം ഉണ്ടാക്കാം. എനിക്ക് ശർക്കര പായസങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഏത് പായസമാണെങ്കിലും, പരിപ്പായാലും അടപ്രഥമനായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് ഓണത്തിന് തിരുവോണ മധുരമായിട്ട് പരിപ്പ് പായസം ഉണ്ടാക്കാം. ഇതിപ്പോ പറന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ് അര സ്പൂൺ ഉപ്പിട്ട് വെച്ച് മൂടി വെച്ച് വിസിലടുപ്പിക്കാതെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വിസിലടിക്കേണ്ട ആവശ്യമില്ല. വിസിലടിച്ചാൽ പിന്നെ ഇവിടെ മുഴുവനും വാഷ് ചെയ്യേണ്ടി വരുവേ. വിസിലടിക്കുന്നതിന് മുൻപ് നമ്മൾ വന്ന് തീ നിർത്തി കൊടുക്കുക. അതിലിരുന്ന് തന്നെ വെന്ത് വന്നോളും. പാകത്തിന് വേവായിരിക്കും. തേങ്ങ ചിരണ്ടി തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ പാല് പിഴിഞ്ഞെടുക്കാം. ഇതാ നമ്മള് രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിൽ 1 കിലോ ശർക്കര ഇട്ടിട്ടുണ്ട്. 1/2 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പം 1 കിലോ ശർക്കര, 1 തേങ്ങ അത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് 1 കിലോ ശർക്കര പാനിയാക്കി എടുക്കാം. നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. തീ നിർത്തി കൊടുക്കാം. തീ കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഉരുളിയിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോ 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാമേ. അതിലേക്ക് ഇതേ കശുവണ്ടി ഇട്ട് കൊടുക്കാം. കോരി മാറ്റാം. അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് വറന്നു വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ബാക്കി ശർക്കര പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തടുപ്പിലൊക്കെ വെച്ച് വേവിക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ 3-ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ കുക്കറിൽ വെച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തു. അതിനുശേഷം 2-ാം പാലും 1-ാം പാലും മാത്രമേ ചേർക്കുള്ളൂ. 3-ാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കി മടുക്കൂട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ 2 ആയിട്ട് പാല് പിഴിഞ്ഞൊഴിക്കുക.
നല്ല കുറുക്ക് പാലായിരിക്കും. നമ്മൾ 2 പാല് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് കിട്ടുന്ന പാലെന്ന് പറയുന്നത് നല്ല കുറുകിയ പാലായിരിക്കും. ഇപ്പൊ തന്നെ പായസം റെഡിയായ പോലെ ഉണ്ടല്ലേ. തീ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഉരുളിയിലായതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുക്കറിൽ പായസം വെക്കണതാണ് കേട്ടോ ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ക്ഷമ വേണ്ട ഒരു പണിയാണ്. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തൊരു ആളാണ്. അപ്പൊ ഞാൻ കുക്കറിൽ വെക്കും. കുക്കറിൽ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിക്കും കേട്ടോ. ഇതിപ്പോ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏലക്കായും ചുക്കും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂട്ടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ. ചുക്ക് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എരിവ് വരും. എനിക്ക് ചുക്കിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളപ്പിക്കരുത്. അപ്പൊ നല്ല പാകത്തിന് നമ്മുടെ പരിപ്പ് പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഞാൻ ചേർക്കില്ല കേട്ടോ. ഒരു ചെറിയ പുളിപ്പില്ലേ, അത് കടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മെനുവിനും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല, ഞാൻ ഇടാറില്ല. അപ്പൊ അതേ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ പാകത്തിന് മധുരം ഉള്ളൂ കേട്ടോ. ഓവറായിട്ട് മധുരമൊന്നുമില്ല. ചൂടാറിയിട്ടില്ല. ചൂടാറി കഴിയുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ്. ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ വാവുള്ളി പോവും. അതുകൊണ്ട് ചൂടാറിയിട്ട് കഴിച്ചാൽ മതി. ഓവറായിട്ട് മധുരം ഇടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രായമുള്ളവർക്ക് മുതൽ ചെറുപ്പക്കാർക്ക് വരെ സുഖമായിട്ട് കുടിക്കാം. പിന്നെ ഒരുപാട് മധുരം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 1-2 സ്പൂൺ കുടിച്ച് നിർത്തേണ്ടി വരും. ശർക്കര പായസം അങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് മട്ടിച്ചു പോകും. അപ്പം ഞാൻ അതുകൊണ്ട് ഓവറായിട്ട് മധുരം ഇടാറില്ല കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എത്ര ഗ്ലാസ് വേണമെങ്കിലും കുടിക്കാം. എനിക്കൊക്കെ പായസം വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊക്കെ 1-2 ഗ്ലാസ്സൊക്കെ ഇരുന്ന് ഇരിപ്പി കുടിക്കും കേട്ടോ. അതുകൊണ്ട് പാകത്തിന് മധുരത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പായസം ആസ്വദിച്ച് കുറച്ചധികമൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം.